നമസ്കാരം. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന പരാതിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടി പത്തനംതിട്ട ജില്ലാ കളക്ടർ രംഗത്ത്. തിരഞ്ഞെടുപ്പിൽ ജില്ലാ കളക്ടറാണ് ജില്ലാ വരണാധികാരി. ഈ സാഹചര്യത്തിലാണ് ഇടപെടൽ. 3 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് തോമസ് ഐസക്കിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. UDF ആണ് മുൻ മന്ത്രി കൂടിയായ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ പരാതി നൽകിയത്. കുടുംബശ്രീ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി വായ്പ വാഗ്ദാനം ചെയ്തു, KDISC എന്ന സർക്കാർ പദ്ധതി വഴി കൺസൾട്ടന്റുമാരെ നിയോഗിച്ച് തൊഴിൽ വാഗ്ദാനം ചെയ്തു വോട്ട് നേടുന്നു എന്നിവയായിരുന്നു പരാതികൾ. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടിയത്. സർക്കാർ സംവിധാനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്ത് പ്രചരണം നടത്തുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് ജില്ലാ കളക്ടർ നോട്ടീസിൽ പറയുന്നു. KDISC പദ്ധതി തിരഞ്ഞെടുപ്പിന് മുൻപ് തുടങ്ങിയതാണ് എന്നും അതിന്റെ ഉപദേഷ്ടാവ് മാത്രമാണ് താനെന്നുമാണ് തോമസ് ഐസക് നേരത്തെ വിശദീകരിച്ചത്. ഐസക് നൽകുന്ന വിശദീകരണം നിർണായകമാകും. ആന്റോ ആന്റണി ഹാട്രിക് വിജയം നേടിയ മണ്ഡലം ഏത് വിധേനയും തിരിച്ചുപിടിക്കാനുള്ള തീരുമാനത്തിലാണ് CPM തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ എത്തിച്ചത്. BJPക്കായി അനിൽ ആന്റണിയും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ട്. ത്രികോണം കൊഴുക്കുന്ന പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിലെ തുടർ നടപടികൾ നിർണായകമാകും. തോമസ് ഐസക്കിനെതിരെ കഴിഞ്ഞ ദിവസമാണ് UDF ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും ജില്ലാ കളക്ടർക്കുമാണ് പരാതി നൽകിയത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് പരാതി. കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ഹരിത കർമ്മസേന പ്രവർത്തകർ എന്നിവരെ പ്രചരണത്തിന് ഉപയോഗിക്കുന്നുവെന്നും ആരോപണമുണ്ട്. അതേസമയം UDFന്റെ ആരോപണങ്ങൾ LDF നിഷേധിച്ചു. നേരത്തെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡയറക്ടർക്കുമെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകിയിരുന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MPയാണ് പരാതി നൽകിയത്. സർക്കാർ പൊതുഖജനാവിലെ പണം ചെലവഴിച്ച് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം വിതരണം ചെയ്തു എന്നാണ് ആരോപണം. 16 പേജുള്ള പുസ്തകം എല്ലാ വീടുകളിലും വിതരണം ചെയ്യുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന് പ്രതാപന്റെ പരാതിയിൽ ആരോപിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങി വിതരണം ചെയ്യുന്ന ഈ പ്രസിദ്ധീകരണം മുഴുവനും അടിയന്തരമായി കണ്ടുകെട്ടണമെന്നും പ്രസിദ്ധീകരിച്ചവർക്കും വിതരണം ചെയ്തവർക്കുമെതിരെ സത്വര നടപടികൾ കൈക്കൊള്ളണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷനുകളും SC ST OEC OBC മൈനോറിറ്റി വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈഫൻഡും റേഷൻ വിതരണവും പോലും നൽകാൻ തയ്യാറാവാതെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം തടഞ്ഞുവെച്ചും കരാറുകാർക്ക് പണം നൽകാതെ വികസന പ്രവൃത്തികൾ മുരടിപ്പിച്ചും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും സമയത്തിന് നൽകാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ബോധിപ്പിച്ച സർക്കാരാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് 16 പേജുള്ള ബ്രോഷറുകൾ സർക്കാർ ചിലവിൽ അച്ചടിച്ച് ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. തോമസ് ഐസക്കാകും പത്തനംതിട്ടയിൽ എന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. CPM ജില്ലാ ഘടകത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അദ്ദേഹം കഴിഞ്ഞ 1 വർഷത്തിലേറെയായി പത്തനംതിട്ടയിലെ വിവിധ മേഖലകളിൽ സജീവമായിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടൂരിലൊഴികെ UDFനായിരുന്നു ലീഡ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും 7 മണ്ഡലങ്ങളും LDF പക്ഷത്തേക്ക് എത്തി.